മത്സരത്തിൽ ഏകപക്ഷീയമായ വിജയമായിരുന്നില്ല പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയത്. സാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞിട്ടും അവസാന വിജയം പഞ്ചാബ് സ്വന്തമാക്കി. എന്നാൽ മികച്ച രീതിയിലൊരു കോമ്പറ്റീഷൻ തന്നെ നൽകിക്കൊണ്ടാണ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരം അവസാനിപ്പിച്ചത്. എന്നാൽ ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായുണ്ട്. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ പഞ്ചാബ് കിങ്സിന് മികച്ച തുടക്കം ലഭിച്ചില്ല. പ്രച്ഛംരൺ സിംഗ് 5 റൺസിന് പുറത്തായപ്പോൾ ശ്രേയസ് അയ്യറും പ്രിയാൻ ഷാരിയും ചേർന്നാണ് മികച്ച തുടക്കം സമ്മാനിച്ചത്. എന്നാൽ അസ്മത്തുള്ളയുടെ ഉമർജയുടെ പുറത്താക്കലിന് ശേഷം ഗ്ലെൻ മാക്സ്വെല്ലിൻ്റെ ഡക്കും വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. IPL ചരിത്രത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡക്ക് പോയിട്ടുള്ള താരമെന്ന റെക്കോർഡ് ഇപ്പോൾ മാക്സ്വെല്ലിൻ്റെ പക്കലാണ്. 19ാം തവണയാണ് IPLൽ മാക്സ്വെൽ 0-ന് പുറത്താകുന്നത്. സായ് കിഷോറിന്റെ പന്തിൽ LBW ആയാണ് മാക്സ്വെൽ മടങ്ങിയത്. എന്നാൽ അതൊന്ന് റിവ്യൂ ചെയ്യാൻ പോലും പറ്റാതെ മാക്സ്വെൽ മടങ്ങിയെന്നുള്ളത് ആരാധകരെ നിരാശരാക്കി. കാരണം അമ്പയർ റിവ്യൂവിൽ മാക്സ്വെൽ ഔട്ടല്ലായിരുന്നു. അതുതന്നെയാണ് ആരാധകരെ ഏറ്റവും കൂടുതൽ നിരാശയാക്കിയത്. എന്തുകൊണ്ട് മാക്സ്വെൽ റിവ്യൂ എടുത്തില്ല എന്നുള്ളതാണ് ആരാധകർ ചോദിക്കുന്നത്. റിവ്യൂ മാക്സ്വെൽ പോലുള്ള താരത്തിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായി ഉപയോഗിക്കേണ്ടതല്ലേ എന്നാണ് ആരാധകരുടെ പക്ഷം. എന്നാൽ അത് ഉപയോഗിക്കാതെ മാക്സ്വെൽ അപ്പോൾ തന്നെ മടങ്ങി. പിന്നാലെ എത്തിയ സ്റ്റോയിനിസും ശശാങ്ക് സിംഗും ചേർന്ന് പഞ്ചാബിന് മികച്ച സ്കോർ സമ്മാനിച്ചുവെങ്കിലും മാക്സ്വെല്ലിൻ്റെ ഫോം വലിയ രീതിയിൽ നിരാശയുണ്ടാക്കി. അതേസമയം ഗുജറാത്ത് ബോളർമാർക്ക് നിരാശയുണ്ടായ മത്സരമായിരുന്നു അത്. സ്വന്തം ഹോം ഗ്രൗണ്ട് ആയിരുന്നിട്ടും വേണ്ട പോലെ പിന്തുണ പിച്ചിൽ നിന്ന് ലഭിച്ചില്ല. പ്രധാന പേസർമാരായ റബാഡയും സിറാജും പ്രസിദ്ധ് കൃഷ്ണയും റൺസ് വഴങ്ങിയത് കാര്യമായ സമ്മർദ്ദമുണ്ടാക്കി. അതോടൊപ്പം അർഷദ് ഖാനെ പരീക്ഷിച്ചതും വിനയായി. വാഷിംഗ്ടൺ സുന്ദറിന് പകരമെന്നോളമാണ് ഓൾറൗണ്ടറായി അർഷദ് ഖാൻ ടീമിലേക്ക് വന്നത്. ആരാധകർ അതും ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞു. മറുപടി ബാറ്റിങ്ങിൽ വേണ്ട പോലെ മികച്ച ചേസ് തുടങ്ങാൻ സാധിച്ചുവെങ്കിലും മുന്നിലേക്ക് പോകാൻ ഗുജറാത്തിന് സാധിച്ചില്ല. കാരണം ഷെഫീൻ റുദർഫോർഡ് ക്രീസിൽ നിൽക്കുമ്പോൾ വൈശാഖ് വിജയകുമാറിൻ്റെ ഓവർ മത്സരത്തിൽ ഏറെ നിർണായകമായി. 17ാം ഓവറിൽ 5 റൺസ് മാത്രമാണ് വൈശാഖ് വിജയകുമാർ വഴങ്ങിയത്. അതിലാകട്ടെ 3 വൈഡുമാണുള്ളത്. 2 റൺസ് മാത്രമാണ് ബാറ്റർമാർ സ്വന്തമാക്കിയത്. തൊട്ടടുത്ത ഓവറിൽ 12 റൺസ് വന്നു. 19ാം ഓവറിൽ 18 റൺസും 20ാം ഓവറിൽ 15 റൺസ് വന്നു. എന്നിട്ടും വിജയം അകലെയായി. മത്സരം മാറിയത് 17ാം ഓവറിൽ വൈശാഖ് വിജയകുമാറിലൂടെയാണ്. 16ാം ഓവറിൽ മാർക്കോ യാൻസൺ 8 റൺസ് വഴങ്ങി. വൈശാഖ് വിജയകുമാറിൻ്റെ 15ാം ഓവറിലും 5 റൺസ് മാത്രമാണ് വഴങ്ങിയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിരാശയുണ്ടാക്കിയത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. ഗുജറാത്ത് അടുത്ത മത്സരത്തിൽ ശക്തമായ തിരിച്ചുവരവ് തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി 29ാം തീയതി മുംബൈ ഇന്ത്യൻസിനെയാണ് ഗുജറാത്ത് നേരിടുന്നത്.